Energy Management and Auditing the fifth module the first lecture series on energy audit types and methodology. First topic. Then definition and objectives of energy management. എന്താണ് energy management definition? അതുപോലെ അതിന്റെ objective എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The fundamental goal of energy management is to produce goods and provide services with the least cost and least environmental effect. ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ലീസ്റ്റ് എൻവയോൺമെന്റൽ എഫക്റ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതേപോലെ അവർക്ക് എനർജിയിലൊക്കെ കോസ്റ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിന്റെ കോസ്റ്റും സർവീസും ഒക്കെ കുറയും. ഓക്കെ, സോ എനർജി കൺസർവേഷന് ഒരു ഗ്രേറ്റ് ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ് ഉള്ളത്. As per the Energy Conservation Act 2001, energy audit is defined as the verification, monitoring, and analysis of use of energy, including submission of technical report containing recommendations for improving energy efficiency with the cost-benefit analysis and an action plan to reduce energy consumption. നമ്മൾ എനർജി മാനേജ്മെന്റ് ഡെഫിനിഷൻ ഓൾറെഡി മുന്നേ നമ്മൾ നോക്കിയിട്ടാണ്, അപ്പൊ ജസ്റ്റ് ഞാൻ വായിച്ചു പോകുന്നുള്ളൂ. Okay. The object of energy management is to achieve and maintain optimum energy procurement and utilization throughout the organization. Energy management objective എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒപ്റ്റിമം എനർജി പ്രൊക്യൂർമെന്റ്, മിനിമം എനർജി പ്രൊക്യൂർമെന്റ്, മിനിമം എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഓർഗനൈസേഷൻ ടു മിനിമൈസ് എനർജി കോസ്റ്റ് ബാർ വേസ്റ്റ് വിത്തൗട്ട് അഫക്റ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും, അതിന് മാക്സിമം വേസ്റ്റേജ് കുറയ്ക്കുക, മിനിമം വേസ്റ്റേജ്, അതുപോലെ അതിന്റെ എനർജി കോസ്റ്റും മിനിമം ആയിരിക്കുക. അതാണ് ഒരു ഒബ്ജക്റ്റീവ്. അതേപോലെ ടു മിനിമൈസ് എൻവയോൺമെന്റൽ എഫക്ട്സ്, നമ്മളുടെ ത്രൂ ഔട്ടുള്ള ഈ പുറത്തേക്ക് പുക വിടുന്നത്, അതേപോലെ അൺവാണ്ടഡ് വേസ്റ്റ് വിടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ നമ്മളുടെ വേസ്റ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അത് മിനിമൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, എനർജി ഓഡിറ്റ് needs. What are the needs of energy audit? ഒരു ഇൻഡസ്ട്രിയിലുള്ള എനർജി ഓഡിറ്റിന്റെ നീഡ് എന്താണ്? In any industry, the three top operating expenses are energy, that is both electrical as well as thermal, labor and materials. ഈ മൂന്നെണ്ണത്തിലും ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി വരെ എനർജിക്കാണ്. ഓക്കെ, if one were to relate to the manageability of the cost or potential cost savings in each of the above components, energy would invariably emerge as a top ranker, and thus energy management function constitutes a strategic area for cost reduction. അതുകൊണ്ട് നമ്മൾ ഒരു എനർജി മാനേജ്മെന്റ് ടീമിനെ തന്നെ ഉണ്ടാക്കും. The energy audit will help to understand more about the ways energy and fuel are used in any industry and help in identifying the areas where waste can occur and where scope for improvement exists. എനർജി ഓഡിറ്റ് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അനാലിസിസ് അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എനർജിയും അതുപോലെ ഫ്യൂവൽ ഇതൊക്കെ എങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, എവിടെയാണ് വേസ്റ്റേജ് ഒക്കർ ചെയ്യുന്നത്, എവിടെയാണ് അൺവാണ്ടഡ് യൂസ് ഒക്കർ ചെയ്യുന്നത്, എങ്ങനെ ഇത് നമുക്ക് ഒഴിവാക്കാം, എന്നിട്ട് നമ്മൾക്ക് മൊത്തം നമ്മളുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറക്കാം, അങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള, അതായത് മിനിമം ആക്കിയിട്ട് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്താണെന്നുള്ളതൊക്കെ പഠിക്കാൻ പറ്റുന്നത് ഈ എനർജി ഓഡിറ്റ് വെച്ചിട്ടാണ്. എനർജി ഓഡിറ്റ് വുഡ് ഗിവ് എ പോസിറ്റീവ് ഓറിയന്റേഷൻ ടു ദ എനർജി കോസ്റ്റ് റിഡക്ഷൻ. ഡെഫിനറ്റ്ലി എനർജി ഓഡിറ്റ് നമുക്കൊരു പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കും എനർജി കോസ്റ്റ് റിഡക്ഷൻ കിട്ടുക. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാംസ് വിച്ച് ആർ വൈറ്റൽ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് യൂട്ടിലിറ്റി ആക്ടിവിറ്റീസ്. അപ്പൊ എനർജി ഓഡിറ്റ് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ഓറിയന്റേഷൻ, നമുക്ക് എനർജി കോസ്റ്റ് കുറക്കണം. ഇപ്പോൾ നമ്മൾ വീട്ടിലത്തെ തന്നെ ഒരു എനർജി കോസ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് നല്ല എനർജി യൂസേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങും നമ്മൾ എവിടെയൊക്കെയാണ് കുടുങ്ങിയിട്ടുള്ളത്, അപ്പൊ അവിടെ കുറക്കണം. സപ്പോസ് വീടിന്റെ കാര്യം മാത്രം എടുത്താൽ മതി. നമ്മൾ ഫാൻ എത്ര അധികം ഇട്ടിരുന്നു, 4 റൂമിൽ 4 ആള് സെപ്പറേറ്റ് ആയിട്ട് കിടന്നിരുന്നു, അല്ലെങ്കിൽ മക്കള് 2 റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് കിടന്നിരുന്നു, അവര് റൂമിൽ കാക്കും, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെ ആക്കും. അങ്ങനെ നമ്മൾ ഫാൻ യൂസേജ് രാത്രി കുറക്കും, അല്ലെങ്കിൽ AC യൂസേജ് കുറക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്കൊരു പോസിറ്റീവ് ഓറിയന്റേഷൻ അതിലേക്ക് നമുക്ക് കിട്ടും. അതായത് കോസ്റ്റ് റിഡക്ഷൻ, അതുപോലെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്. നമ്മൾ ചിലപ്പോൾ AC-യുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ AC-യുടെ ഫിൽറ്റർ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, ആ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ചെയ്ത് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഓക്കെ,
Such an audit program will help to keep focus on variations which occur in the energy cost, availability and reliability of supply of energy, decide on appropriate energy mix, identify energy conservation technologies, retrofits for energy conservation equipment, etc. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ നമുക്ക് വേരിയേഷൻസ് വിച്ച് ഒക്കർ ഇൻ എനർജി കോസ്റ്റിലുള്ള വേരിയേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ അവൈലബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് സപ്ലൈ ഓഫ് എനർജി നമുക്ക് എവിടുന്നാണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ റിലയബിൾ ആയിട്ടുള്ള എവിടുന്നാണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. ഇൻ ജനറൽ എനർജി ഓഡിറ്റ് ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ഐഡിയ ഇൻ ടു റിയാലിറ്റീസ്. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, നമുക്ക് ഇന്ന രീതിയിൽ ചെയ്താൽ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പൊ എനർജി ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയൽ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. ബൈ ലെൻഡിങ് ടെക്നിക്കലി ഫീസിബിൾ സൊല്യൂഷൻസ് വിത്ത് എക്കണോമിക് ആൻഡ് അത് ഓർഗനൈസേഷണൽ കൺസിഡറേഷൻസ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതർ ഓർഗനൈസേഷണൽ കൺസിഡറേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എനർജി ഓഡിറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ways to reduce energy consumption per unit of product and output or to lower operating cost. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായാലും എനർജി കൺസംഷൻ റെഡ്യൂസ് ചെയ്യുക പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓരോ പ്രോഡക്റ്റ് വെച്ച്, അതേപോലെ ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. Energy audit provides a benchmark, that is a reference point for managing energy in the organization, and also provides the basis for planning a more effective use of energy throughout the organization. Next, types of energy audit. The types of energy audit has to be performed depends upon several factors. That is, one is function and type of industry. ഏത് type ആണ്, എന്ത് function യൂസ് ചെയ്യണം ഇൻഡസ്ട്രി എന്നുള്ളത്. Depth to which final audit is needed. അപ്പോൾ ചില ഇൻഡസ്ട്രി പറയും ഞങ്ങൾക്ക് ഈ ലെവലിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എത്ര ഡെപ്തിൽ വരെ പോകണം എന്നുള്ളത്. പൊട്ടൻഷ്യൽ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ ഡിസൈഡ്. പിന്നെ ഒരു ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എനർജി ഓഡിറ്റ് നടത്തി, അത് നടത്തിയതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലും അതിനുള്ള ഒരു സ്ട്രൈവും നമ്മുടെ മാനേജ്മെന്റിന് വേണം. അത് വലിയൊരു ഘടകമാണ്. ദിസ് എനർജി ഓഡിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദി ഫോളോയിങ് three phases. That is preliminary audit, targeted audit and detailed audit. First, preliminary energy audit. Preliminary energy audit is a relatively quick exercise to establish energy consumption in the organization. First, വന്നിട്ട് energy consumption എങ്ങനെ നോക്കും, ജസ്റ്റ് ഒരു റാൻഡായിട്ട് ഒരു ചെക്കിങ്, എസ്റ്റിമേറ്റ് ദ സ്കോപ്പ് ഓഫ് സേവിങ്, എവിടൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു പ്രിലിമിനറി ആയിട്ട് ഓഡിറ്റ് ഓടി വന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ ഐഡന്റിഫൈ ദ മോസ്റ്റ് ലൈക്ലി ആൻഡ് ദ ഈസിയസ്റ്റ് ഏരിയാസ് ഫോർ അറ്റൻഷൻ, എവിടെയാണ് ഏറ്റവും മോസ്റ്റ് അത് നോക്കി ചെയ്യാനുള്ളത്. ഐഡന്റിഫൈ ഇമ്മീഡിയറ്റ്, ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ആയിട്ട് എസ്പെഷ്യലി നോ ആർ ലോ കോസ്റ്റ് ഇംപ്രൂവ്മെന്റ്സ് സേവിങ്സ്. നമ്മൾ പെട്ടെന്ന് ഇംപ്രൂവ്മെന്റ്സ് ഏതാണ് വരുത്താൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇംപ്രൂവ്മെന്റ്സ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലത്ത് നമ്മളുടെ ഫാനൊക്കെ ഭയങ്കര സൗണ്ടിൽ കറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ പറയാൻ പറ്റും നിങ്ങളുടെ ഫാനിന്റെ ബെയറിംഗ് പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ ആ പുതിയ ഫാൻ ഫിറ്റ് ചെയ്യണം, ഇത്ര എനർജി സേവിംഗ് ഉള്ള ഫാൻ ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലൈറ്റ് ഭയങ്കര ഡിമ്മാണ്, കൂടുതൽ ഇതുള്ളതാണ് യൂസ് ചെയ്ത് വാട്ടേജ് കുറഞ്ഞ ലൂമൻ കൂടിയ ലൈറ്റ്. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സെറ്റ് എ റെഫറൻസ് പോയിന്റ്, ഏത് ലെവലിൽ വെച്ച് ചെയ്യണം എന്നുള്ളത്. ഐഡന്റിഫൈ ഏരിയ ഫോർ മോർ ഡീറ്റെയിൽഡ് സ്റ്റഡി മെഷർമെന്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചില ഏരിയ വരുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തണം, മറ്റേ ഈ റൂം ഇപ്പോൾ നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിൽ ഈ റൂമിൽ ഇത്ര ആവശ്യമുള്ളൂ, മറ്റേ റൂമിൽ ഇന്ന സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഏരിയ മെഷർമെന്റ് ചെയ്യണം. ഞാനൊരു വീട് വെച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷേ ഇൻഡസ്ട്രിയിലത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. പ്രിലിമിനറി എനർജി ഓഡിറ്റ് യൂസസ് എക്സിസ്റ്റിംഗ് ഓർ ഈസിലി ഒബ്റ്റെയിൻഡ് ഡാറ്റ. പ്രിലിമിനറി ഓഡിറ്റ് എപ്പോഴും യൂസ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡാറ്റയും അതുപോലെ ഈസിലി നമുക്ക് ഏതാണ് കിട്ടുന്നത് അതായിരിക്കും. ഓക്കെ. സെക്കൻഡ് വൺ ഇസ് ദ ടാർഗറ്റഡ് എനർജി ഓഡിറ്റ്. ടാർഗറ്റഡ് എനർജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ഓഡിറ്റ് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്കൊരു സ്പെസിഫൈഡ് ഓരോ ഏരിയാസ് എവിടെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. എസ്പെഷ്യലി ഇപ്പോൾ ലൈറ്റിംഗ് സിസ്റ്റം ആണോ, ബോയിലർ സിസ്റ്റം ആണോ, കംപ്രസ്ഡ് എയർ സിസ്റ്റം ആണോ, അങ്ങനെയുള്ളത് അത് നമുക്ക് പ്രിലിമിനറി ഓഡിറ്റ് റിസൾട്ട് വെച്ചിട്ട് അതിന്റെ ഔട്ട്കം വെച്ചിട്ടാണ് പറയുന്നത്. അതാണ് ശരിക്കും ടാർഗറ്റഡ് എനർജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഫസ്റ്റ് ലൈൻ പറഞ്ഞാൽ അതാണ്. പിന്നെ അതേപോലെ ദേ പ്രൊവൈഡ് ഡാറ്റ ആൻഡ് ഡീറ്റെയിൽ അനാലിസിസ് ഓൺ സ്പെസിഫൈഡ് ടാർഗറ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഓരോ ടാർഗറ്റ് പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ എടുത്തു തുടങ്ങും. ആസ് ആൻ എക്സാമ്പിൾ, ആൻ ഓർഗനൈസേഷൻ മേ ടാർഗറ്റ് ഇറ്റ്സ് ലൈറ്റിംഗ് സിസ്റ്റം
or boiler system or compressed air system. അപ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം വിത്ത് നമ്മൾ ചെയ്യാൻ വിത്ത് വ്യൂ ടു ബ്രിങ് അബൌട്ട് എനർജി സേവിങ്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻഡസ്ട്രി നടത്തുന്നത്, നമ്മൾ പറയണ ഞങ്ങൾക്ക് അവിടുത്തെ ലൈറ്റിംഗ് സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതൊന്ന് ടാർഗറ്റ് ചെയ്ത് ചെയ്യണം, ഞങ്ങൾ പ്രിലിമിനറി ഓഡിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയത് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ഓഡിറ്റ് ചെയ്യും. Therefore, target audits therefore involve detailed surveys of the target topics or areas with analysis of the energy flows and cost associated with those target. അപ്പോൾ ആ ടാർഗറ്റിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സർവേ നടത്തും, അവിടുത്തെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുക്കും. അതാണ് ഈ ടാർഗറ്റ് എനർജി ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളതിൽ വരുന്നത്. എനർജി ഓഡിറ്റ് ടൈപ്സിൽ തേർഡ് വരുന്നതാണ് ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് മെത്തഡോളജി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എനർജി ഓഡിറ്റ് നടത്തും, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും പ്ലാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ മൊത്തം ചെയ്യുന്നതിനാണ് ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് മെത്തഡോളജി വന്നത്. A comprehensive audit provides a detailed energy project implementation plan for a facility since it evaluates all major energy using systems. എന്തൊക്കെയാണെന്നുള്ളത് അത് evaluate ചെയ്യും. This type of audit offers the most accurate estimate of energy savings and cost. ഏറ്റവും accurate ആയിട്ടുള്ള എനർജി സേവിങ്സിന്റെയും കോസ്റ്റിന്റെ ഒക്കെ എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടും. It considers the interactive effects of all projects, accounts for the energy use of all major equipment, and includes detailed energy cost saving calculation and procedures. ഇതിൽ എന്തൊക്കെ വരും വെച്ചാൽ പ്രൊജക്ടിന്റെ എല്ലാ എവിടൊക്കെ എന്തൊക്കെ പ്രോഗ്രാം എവിടൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കും. അതുപോലെ എനർജി യൂസിനുള്ള ഓരോ എക്യുപ്മെന്റിനുള്ള റേറ്റ് എത്ര വരുന്നത്, എനർജി കൺസംഷൻ എത്ര, അതുപോലെ ഡീറ്റെയിൽഡ് എനർജി കോസ്റ്റ് സേവിങ് കാൽക്കുലേഷൻ അടക്കം ഈ പ്രൊജക്റ്റിൽ എന്ത് ചെയ്യും, ഈ ഇതില് ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ. ഇൻ കോംപ്രിഹെൻസീവ് ഓഡിറ്റ് വൺ ഓഫ് ദ കീ എലമെന്റ്സ് ഈസ് ദ എനർജി ബാലൻസ്. അതിൽ നമ്മൾ കാണുക വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ഇത്ര എനർജി ബാലൻസ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ ഇംപ്ലിമെന്റ് ചെയ്യും. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ആൻ ഇൻവെന്ററി ഓഫ് എനർജി യൂസിംഗ് സിസ്റ്റം, അസംഷൻസ് ഓഫ് കറന്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് എനർജി യൂസ്. This estimated use is then compared to utility bill charges. Okay, നമ്മൾ യൂട്ടിലിറ്റി ബിൽ ചാർജ് ആയിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഡീറ്റെയിൽ എനർജി ഓഡിറ്റിംഗ് ഈസ് carried out in 3 phases: phase 1, 2 and 3. Where phase 1 is the pre-audit phase, phase 2 is the audit phase, and phase 3 is the post-audit phase. So first phase, pre-audit phase activities. What are the pre-audit phase? Okay, activities. A structured methodology to carry out an energy audit is necessary for efficient working. Structured methodology വേണം എനർജി ഓഡിറ്റിന്. കാരണം എനർജി ഓഡിറ്റ് ഒരു സ്ട്രക്ചർ ലെവലിൽ നമ്മൾ ചെയ്താൽ മാത്രമേ, അതായത് പ്ലാൻ ചെയ്ത് ഓരോ ഏരിയ ഇന്ന ഏരിയ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉള്ളൂ. ആൻ ഇനീഷ്യൽ സ്റ്റഡി ഓഫ് ദ സൈറ്റ് should always be carried out as the planning of the procedures necessary for an audit is most important. Initial site visit and preparation required for detailed auditing. Detailed auditing നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അവന്റെ ഡീറ്റെയിൽഡ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തും. An initial site visit may take 1 day and gives the energy auditor bar engineer an opportunity to meet the personnel concerned, to familiarize him with the site and to access the procedures necessary to carry out the energy audit. അപ്പോൾ ഒരു എനർജി ഓഡിറ്റർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഇതിൽ സൈറ്റിൽ വിസിറ്റ് ചെയ്യണമെന്ന് അയാൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ കൺസേൺ, എന്തൊക്കെയാണ് അവിടുത്തെ ഫെമിലറൈസ് ചെയ്യാനുള്ളത്, എന്തൊക്കെ സൈറ്റിൽ നമുക്ക് ശ്രദ്ധിക്കാണ്ട്, അതുപോലെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ആ എനർജി ഓഡിറ്റർ ബാർ എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, visualize ചെയ്യാൻ പറ്റും. During the initial site visit, the energy auditor or engineer should carry out the following actions. First one, discuss with the site's senior management the aims of the energy audit. നമ്മളെ സൈറ്റിലത്തെ സീനിയർ മാനേജ്മെന്റായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യും നമ്മളുടെ എയിം എന്താണ് എനർജി ഓഡിറ്റ് കൊണ്ടുള്ളത്. ഡിസ്കസ് ദ എക്കണോമിക് ഗൈഡ് ലൈൻസ് അസോസിയേറ്റഡ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഓഡിറ്റ്. എന്തൊക്കെയാണ് അതിന്റെ ഗൈഡ് ലൈൻസ് എന്നുള്ളത് പറയും. അനലൈസ് ദ മേജർ എനർജി കൺസംപ്ഷൻ ഡാറ്റ വിത്ത് ദ റെലവെന്റ് പേഴ്സണൽ. എവിടെയാണോ എനർജി കൺസംപ്ഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ, അതൊക്കെ നമ്മൾ ഇതാക്കും. ഒപ്റ്റെയിൻ സൈറ്റ് ഡ്രോയിങ്സ് വേർ അവൈലബിൾ. എവിടെയൊക്കെയാണ് സൈറ്റ് ഡ്രോയിങ്സ് അവൈലബിൾ വെച്ചാൽ നോക്കും. ബിൽഡിംഗ് ലേഔട്ട്, സ്റ്റീം ഡിസ്ട്രിബ്യൂഷൻ, കംപ്രസ്ഡ് എയർ ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ ഒക്കെ സൈറ്റ് ഡ്രോയിങ്സ് എന്ത് ചെയ്യും, നമ്മൾ വാങ്ങും. ടൂർ ദ സൈറ്റ് അക്കമ്പനീഡ് ബൈ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ. എൻ്റെ സൈറ്റ് എന്ത് ചെയ്യും, നടന്നു കാണും അവിടുത്തെ എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനെ വെച്ചിട്ട്.
Then main aims of this site visit, നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തു, അതിന്റെ എയിം എന്തായിരുന്നു? To finalize energy audit, to identify the main energy consuming areas where plants items to be surveyed during the audit. നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഏരിയ എന്നുള്ളത് ഐഡന്റിഫൈ എനി എക്സിസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റേഷൻ ഫോർ അഡീഷണൽ മീറ്ററിംഗ്, അവിടെ എന്തെങ്കിലും അഡീഷണൽ ഇൻസ്ട്രുമെന്റേഷൻ മീറ്ററിംഗ് റിക്വയർ ആണോ എന്നുള്ളത് നോക്കുക. ടു ഡിസൈഡ് വെദർ എനി മീറ്റേഴ്സ് വിൽ ഹാവ് ടു ബി ഇൻസ്റ്റാൾഡ് പ്രയർ ടു ദോട്ട്. ഓഡിറ്റിന്റെ മുന്നേ തന്നെ അവിടെ എന്തെങ്കിലും മീറ്റേഴ്സ്, ഇപ്പോൾ KWH മീറ്റർ, അതേപോലെ സ്റ്റീം മീറ്റർ, ഓയിൽ ഓർ ഗ്യാസ് മീറ്റർ, ഇത് നമുക്ക് അനലൈസ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ടാവും. ടു ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റേഷൻ റിക്വയർഡ് ഫോർ ക്യാരിങ് ഔട്ട് ദ ഓഡിറ്റ്, ഓഡിറ്റിന്റെ സമയത്ത് നമ്മൾക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ക്യാരി ചെയ്യണം എന്നുള്ളത്. ടു പ്ലാൻ വിത്ത് ടൈം ഫ്രെയിം, ഓരോ ഏരിയയിൽ ഇന്ന രീതിയിൽ എന്നുള്ളതിൽ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാൻ നമുക്ക് ആ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കൊണ്ട് നടക്കും. ടു കളക്ട് മാക്രോ ഡാറ്റ ഓൺ പ്ലാന്റ് എനർജി റിസോഴ്സസ്, മേജർ എനർജി കൺസ്യൂമിംഗ് സെന്റേഴ്സ്, അവിടുത്തെ മാക്രോ ഡാറ്റാസ് കളക്ട് ചെയ്യാം. ടു ക്രിയേറ്റ് അവയർനെസ് ത്രൂ മീറ്റിംഗ്സ് ബാർ പ്രോഗ്രാം, അവിടെയുള്ള മൊത്തം സ്റ്റാഫിനെ നമുക്ക് അവയർനെസ്സും മീറ്റിംഗ്സ് പ്രോഗ്രാംസ് വഴി കൊടുക്കാൻ പറ്റും. Then next one, phase 2, detailed energy audit. Okay, depending on the nature and complexity of the site, a comprehensive audit can take from several weeks to several months to complete. നമ്മൾക്ക് അവിടുത്തെ നേച്ചറും അവിടുത്തെ ആ സൈറ്റിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് കുറച്ച് വീക്കുകൾ തൊട്ട് കുറെ മന്ത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണ്ടിവരും നമുക്ക് ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് ഉണ്ടെങ്കിൽ. ഡീറ്റെയിൽഡ് സ്റ്റഡീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് എനർജി ആൻഡ് മെറ്റീരിയൽ ബാലൻസസ് for specific plant departments or items of process equipment are carried out. അവിടുത്തെ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് അവിടുത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്തായി, അവിടെ മൊത്തം എങ്ങനെ നടക്കുന്നത്, എനർജി മെറ്റീരിയൽ ബാലൻസസ് ഫോർ സ്പെസിഫിക് പ്ലാന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊക്കെ എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു സ്റ്റഡി നടത്താം. Whenever possible, checks of plant operations are carried out over extended periods of time, at nights and at weekends, as well as during normal daytime working hours, or to ensure that nothing is overlooked. നമുക്കിപ്പോൾ പോസിബിൾ ആണെങ്കിൽ പ്ലാന്റ് ഓപ്പറേഷൻസ് കുറച്ച് ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യിച്ചിട്ട്, അതുപോലെ നൈറ്റ് അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഇതിലൊക്കെ ഒന്ന് നടത്തി നോക്കാം. ദ ഓഡിറ്റ് റിപ്പോർട്ട് വിൽ ഇൻക്ലൂഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എനർജി ഇൻപുട്സ് ആൻഡ് പ്രൊഡക്റ്റ് ഔട്ട്പുട്സ് by major departments or by major processing function and will evaluate the efficiency of each step of the manufacturing process. The audit report will include a description of energy inputs, അതായത് അവിടുത്തെ എനർജി ഇൻപുട്സ് എത്രയാണ്, അവിടുത്തെ പ്രോഡക്റ്റിന്റെ ഔട്ട്പുട്ട് എത്രയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്, ആൻഡ് വിൽ ഇവാലുവേറ്റ് എഫിഷ്യൻസി, അവിടെ ഇന്ന് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ അത് കിട്ടണം എന്നുള്ള മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ നോക്കേണ്ടി വരും. മീൻസ് ഓഫ് ഇംപ്രൂവിംഗ് ദീസ് എഫിഷ്യൻസീസ് വിൽ ബി ലിസ്റ്റഡ്, അവിടെ നമുക്ക് എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ള അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. ആൻഡ് അറ്റ്ലീസ്റ്റ് എ പ്രിലിമിനറി അസസ്മെന്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ഇംപ്രൂവ്മെന്റ്സ് വിൽ ബി മെയ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ എക്സ്പെക്ടഡ് payback on any capital investment needed. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പോയി, അപ്പോൾ അവിടെ ഒരുപാട് ഫാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫാൻസ് ഒക്കെ പഴയതാണ് വിചാരിക്കുക. അപ്പോൾ ആ ഫാൻസ് കാരണം കൊണ്ട് നല്ലൊരു എനർജി കോസ്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പറയാണ്, നിങ്ങൾക്ക് ഈ ഫാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് എനർജി കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാൻസ് വെക്കണം, പുതിയ ഫാൻ വെക്കണം, ബെയറിങ് കാരണം കൊണ്ട് പവർ ലോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 10 ഫാൻ വെക്കണമെങ്കിൽ ആ 10 ഫാനിനുള്ള റേറ്റ് എത്ര വരും, അപ്പോൾ അവിടെ എനർജി ഇത്ര എടുത്തിരുന്ന് ഇപ്പോൾ എടുക്കണത് എത്രയാണ്, അപ്പോൾ ആ ഇതിന്റെ പേ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിയതിന് ശേഷം എപ്പോഴാണ് നമുക്ക് അതുകൊണ്ടുള്ള ഗുണം കിട്ടുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. The audit report should conclude with specific recommendations for detailed engineering studies and feasibility analysis, which must then performed to justify the implementation of those conservation measures that require investment. Information to be collected during the detailed audit includes അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തത്, എനർജി കൺസംപ്ഷൻ ബൈ ടൈപ്പ് ഓഫ് എനർജി, ബൈ ഡിപ്പാർട്ട്മെന്റ്, ബൈ മേജർ ഐറ്റംസ് ഓഫ് പ്രോസസ് എക്യുപ്മെന്റ് ആൻഡ് ബൈ എൻഡ് യൂസർ. നമ്മൾ ഏതൊക്കെ ടൈപ്പ് എനർജി ഉണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബൈ മേജർ ഐറ്റംസ് ഓഫ് എന്തൊക്കെ പ്രോസസ് എക്യുപ്മെന്റ് ഉണ്ട്, ബൈ എൻഡ് യൂസർ, ഇതൊക്കെ എന്തൊക്കെ കാരണം കൊണ്ട് എനർജി കൺസംപ്ഷൻ ഉണ്ട് എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ ടൈപ്പ് ഓഫ് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്, ഫാൻ, അങ്ങനെ പല ടൈപ്പ്. ബൈ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിട്ട് അവിടെ എത്ര വരുന്നുണ്ട്. ബൈ മേജർ ഐറ്റംസ് ഓഫ് പ്രോസസ് എക്യുപ്മെന്റ്, ഓരോ മെഷീനറീസ് വെച്ചിട്ട് എങ്ങനെ. ബൈ എൻഡ് യൂസ്, ലാസ്റ്റിൽ ഇത് എങ്ങനെ വരുന്നത്, അങ്ങനെ എല്ലാം കൂടി ചെക്ക് ചെയ്യും. മെറ്റീരിയൽ ബാലൻസ് ഡാറ്റ, ദാറ്റ് ഇസ് റോ മെറ്റീരിയൽസ്, ഇന്റർമീഡിയറ്റ്, ഫൈനൽ പ്രോഡക്ട്സ്, റീസൈക്കിൾഡ് മെറ്റീരിയൽസ്, യൂസ് ഓഫ് സ്ക്രാപ്പ് ഓർ വേസ്റ്റ് പ്രോഡക്ട്സ്, ഇതിന്റെ ഒക്കെ ഡാറ്റാസ് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും.
എനർജി കോസ്റ്റ് ആൻഡ് താരിഫ് ഡാറ്റ. അവിടുത്തെ എനർജി കോസ്റ്റ് ആൻഡ് താരിഫ് ഡാറ്റ എന്താണെന്ന് കളക്ട് ചെയ്യും. പ്രോസസ് ആൻഡ് മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രാം, എങ്ങനെയാണ് അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നത്, അതുപോലെ മെറ്റീരിയൽ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാം. ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈറ്റ് സർവീസസ്, എന്തൊക്കെയാണ് കംപ്രസർ എയർ, അതേപോലെ സ്റ്റീം, ഇതിൻ്റെയൊക്കെ ജനറേഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണുള്ളത്. സോഴ്സ് ഓഫ് എനർജി സപ്ലൈ, ഇലക്ട്രിസിറ്റി ഫ്രം ദി ഗ്രിഡ് ഓർ സെൽഫ് ജനറേഷൻ. ചിലപ്പോൾ ചിലർ ജനറേറ്റർ അടിച്ചിട്ട് ചെയ്യുന്നുണ്ടാവാം, സോളാർ പ്ലാന്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെ എടുക്കണം എന്നുള്ളത്. പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂവൽ സബ്സ്റ്റിറ്റ്യൂഷൻ, പ്രോസസ് മോഡിഫിക്കേഷൻസ് ആൻഡ് ദ യൂസ് ഓഫ് കോ ജനറേഷൻ സിസ്റ്റം. കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ ജനറേഷൻ ആണ് കോ ജനറേഷൻ സിസ്റ്റം എന്ന് പറയുക. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂവൽ സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ചിലത് ഫ്യൂവല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആവും. ചിലത് ചില പ്രോസസ്സിൽ മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത് അവിടെ കളക്ട് ചെയ്യണം. പിന്നെ അതേപോലെ എനർജി മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് എനർജി അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാംസ് വിത്തിൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. എന്തൊക്കെ എനർജി മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് അവിടെ നടത്തി, എന്തൊക്കെ എനർജി അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിട്ട് കൊടുത്തു എന്നുള്ളത്. Then 10 steps for detailed energy audit. അതിൽ 3 ഫേസിൻ്റെയാണ് പറയുന്നത്. അതിൽ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ്, പർപ്പസും റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ഫേസ് 1 സ്റ്റെപ്പ് 1 നമ്മൾ പ്ലാൻ ആൻഡ് ഓർഗനൈസ്, ആദ്യം പ്ലാൻ ചെയ്യും, എന്നിട്ട് ഓർഗനൈസ് ചെയ്യും, വാക്ക് ത്രൂ ഓഡിറ്റ്, മൊത്തം ഒന്ന് പോയി നോക്കും. ഇൻഫോർമൽ ഇന്റർവ്യൂ വിത്ത് എനർജി മാനേജർ, പ്രൊഡക്ഷൻ ആൻഡ് പ്ലാൻ മാനേജർ. അതിൻ്റെയൊക്കെ പർപ്പസും റിസൾട്ട് എന്താ വെച്ചാൽ റിസോഴ്സ് പ്ലാനിങ്, എസ്റ്റാബ്ലിഷ് ഓർഗനൈസ് എനർജി ഓഡിറ്റ്. നമുക്ക് എന്തൊക്കെ റിസോഴ്സ് ഉണ്ടെന്നുള്ള പ്ലാൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കൊരു എനർജി ഓഡിറ്റ് ടീമിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓർഗനൈസ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ടൈം ഫ്രെയിം, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണം, ടൈം ഫ്രെയിം എന്താണെന്ന്. അതുപോലെ മാക്രോ ഡാറ്റ കളക്ഷൻ നടത്താൻ പറ്റും. ഫെമിലറൈസേഷൻ ഓഫ് പ്രോസസ് ബാർ പ്ലാന്റ് ആക്ടിവിറ്റീസ്, നമുക്ക് ആ പ്രോസസ്സ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഒരു പ്ലാന്റിൽ എന്താ നടക്കുന്നത്. ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷൻ ആൻഡ് അസസ്മെന്റ് ഓഫ് കറന്റ് ലെവൽ ഓപ്പറേഷൻ ആൻഡ് പ്രാക്ടീസ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് കണ്ടക്ട് എ ബ്രീഫ് മീറ്റിംഗ് ആൻഡ് അല്ലെങ്കിൽ ഒരു അവയർനെസ് പ്രോഗ്രാം വിത്ത് ഓൾ ഡിവിഷണൽ ഹെഡ്സ് ആൻഡ് പേഴ്സൺസ് കൺസേൺഡ്. It may take 2 to 3 hours. Okay. The purpose and results is nothing but building up cooperation with the entire team, issue questionnaire for each department, orientation and awareness creation. Then phase 2, audit phase. Second audit phase അതിൽ നമ്മൾ സ്റ്റെപ്പ് 3 പറഞ്ഞാൽ പ്രൈമറി ഡാറ്റ ഗാദറിംഗ്, പ്രോസസ് ഫ്ലോ ഡയഗ്രാം ആൻഡ് എനർജി യൂട്ടിലിറ്റി ഡയഗ്രാം. ആദ്യം നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടും അതിൻ്റെ അഡ്വാൻറ്റേജും എന്താ വെച്ചാൽ ഹിസ്റ്ററിക് ഡാറ്റ അനാലിസിസ്, ബേസ് ലൈൻ ഡാറ്റ കളക്ഷൻ ഒക്കെ കിട്ടും. പ്രിപ്പയർ പ്രോസസ് ഫ്ലോ ചാർട്ട്, അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും പ്രോസസ് ഫ്ലോ ചാർട്ട്. ഓൾ സർവീസ് യൂട്ടിലിറ്റീസ് സിസ്റ്റം ഡയഗ്രാം, എക്സാമ്പിൾ സിംഗിൾ ലൈൻ പവർ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും. ഡിസൈൻ ഓപ്പറേറ്റിംഗ് ഡാറ്റ ആൻഡ് ഷെഡ്യൂൾ ഓഫ് ഓപ്പറേഷൻ്റെ ഡാറ്റാസ് നമുക്ക് കിട്ടും. അതേപോലെ ആനുവൽ എനർജി ബിൽ ആൻഡ് എനർജി കൺസംപ്ഷൻ പാറ്റേൺ, അത് മസ്റ്റ് ആണ്, അതെടുക്കണം. റഫർ മാനുവൽ, ലോഗ് ഷീറ്റ്, നെയിം പ്ലേറ്റ്, ഇന്റർവ്യൂ, ഇതൊക്കെ എന്ത് ചെയ്യണം, അതിൽ കിട്ടും. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ കണ്ടക്ട് സർവേ ആൻഡ് മോണിറ്ററിംഗ്. അവിടെ സർവേ മോണിറ്ററിംഗ് ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റ്സ്, മോട്ടോർ സർവേയിൽ മെഷർമെന്റ്സിൽ മോട്ടോർ സർവേ, ഇൻസ്റ്റലേഷൻ, ലൈറ്റിംഗ് സർവേ വിത്ത് പോർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സ് ഫോർ കളക്ഷൻ ഓഫ് മോർ ആൻഡ് ആക്യുറേറ്റ് ഡാറ്റ, കൺഫേം ആൻഡ് കമ്പയർ ഓപ്പറേറ്റിംഗ് ഡാറ്റ വിത്ത് ഡിസൈൻ ഡാറ്റ. അപ്പോൾ നമ്മൾ അവിടെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം, മെഷർ തന്നെ വേണം. Then step 5, conduct of detailed trials or experiments for selected energy results. അപ്പോൾ നമ്മൾ സെലക്ടഡ് ഏരിയയിൽ നമ്മൾ ഡീറ്റെയിൽ ട്രയൽ ആൻഡ് എക്സ്പീരിയൻസ് നടത്തണം. അതിൽ ട്രയൽ ആൻഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ 24 hours പവർ മോണിറ്ററിംഗ്, പവർ ഫാക്ടർ, KWH, ഇതെല്ലാം എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ലോഡ് വേരിയേഷൻസ് ട്രെൻഡ്സ് ഇൻ പമ്പ്സ്, ഫാൻ, കംപ്രസേഴ്സ് എക്സെട്ര. ലോഡ് വേരിയേഷൻ പമ്പിലുള്ള, ഫാനിലും കംപ്രസറിലൊക്കെ ചെക്ക് ചെയ്യണം. ബോയിലർ ബാർ എഫിഷ്യൻസി ട്രയൽ ഫോർ 4 to 8 hours വരെ നടത്തണം. ഫർണസ് എഫിഷ്യൻസി ട്രയൽസ്, ഫർണസിന്റെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത് കിട്ടും. എക്യുപ്മെന്റ്സ് പെർഫോമൻസ് എക്സ്പീരിയൻസ് എക്സെട്ര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഇനി 6th വൺ അനാലിസിസ് ഓഫ് എനർജി യൂസ്. ഇനി അവിടെ എന്താ വെച്ചാൽ അവിടുത്തെ അനാലിസിസ് എനർജി യൂസ് എങ്ങനെയാണ്. അപ്പോൾ എനർജി ആൻഡ് മെറ്റീരിയൽ ബാലൻസ് ആൻഡ് എനർജി ലോസ് വേസ്റ്റ് അനാലിസിസ്. അപ്പോൾ എനർജി എന്തൊക്കെ നമുക്ക് എനർജി ലോസ് ഉണ്ട്, വേസ്റ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടുന്ന് കിട്ടും. മെറ്റീരിയൽ ബാലൻസ് വരുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് ഇത്ര ശതമാനം ബാലൻസ് ഉണ്ടെങ്കിൽ അതില്ലാത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എനർജി കൺസർവേഷൻ, എൻകോൺ, അങ്ങനെ പറയാം. ഐഡന്റിഫിക്കേഷൻ എൻകോൺ ഓപ്പർച്യൂണിറ്റീസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് കൺസോളേഷൻ, എൻകോൺ മെഷേഴ്സ് കിട്ടും.
കൺസീവ് ഡെവലപ്പ് ആൻഡ് റിഫൈൻ ഐഡിയാസ്. നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് പുതിയ ചെയ്യേണ്ടതെല്ലാം നമുക്ക് പറയാൻ പറ്റും. റിവ്യൂ ദ പ്രീവിയസ് ഐഡിയാസ് സജസ്റ്റഡ് ബൈ യൂണിറ്റ് പേഴ്സണൽ. നമ്മൾക്ക് അപ്പോഴത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ മുന്നത്തെ ടീം എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്കത് റിവ്യൂ ചെയ്യാൻ പറ്റും. റിവ്യൂ ദ പ്രീവിയസ് ഐഡിയാസ് സജസ്റ്റഡ് ബൈ എനർജി ഓഡിറ്റ് ഇഫ് എനി. മുന്നേ ഒരു എനർജി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. യൂസ് ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് വാല്യൂ അനാലിസിസ് ടെക്നിക്സ്. നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തിയിട്ട് എന്തെങ്കിലും ഒരു അനാലിസിസ് വല്ലതും കിട്ടുമോ നോക്കുക. കോണ്ടാക്ട് വെൻഡേഴ്സ് ഫോർ ന്യൂ ബാർ എഫിഷ്യൻ ടെക്നോളജി. പുതിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വെൻഡേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അതിൻ്റെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ടെക്നിക്കൽ ആൻഡ് ഫീസിബിലിറ്റി, എക്കണോമിക് വയബിലിറ്റി ആൻഡ് പ്രയോറിറ്റൈസേഷൻ ഓഫ് എൻകോൺ ഓപ്പറേഷൻ ഓപ്ഷൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ. സെലക്ട് ദ മോസ്റ്റ് പ്രോമിസിംഗ് പ്രോജക്റ്റ്. ഏതൊക്കെയാണ് ഏറ്റവും നല്ലത്. പ്രയോറിറ്റൈസ് ബൈ ലോ, മീഡിയം, ലോങ് ടേം മെഷേഴ്സ്. ഓക്കെ, പെട്ടെന്ന് എടുക്കേണ്ട മെഷേഴ്സ്, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ട്. റിപ്പോർട്ടിംഗ് ആൻഡ് പ്രസന്റേഷൻ ടു ദ ടോപ്പ് മാനേജ്മെന്റ്. അതാണ് സെക്കൻഡ് ഫേസിലെ ലാസ്റ്റ് ഭാഗം. ഡോക്യുമെന്റേഷൻ, റിപ്പോർട്ട്, പ്രസന്റേഷൻ ടു ദ ടോപ്പ് മാനേജർ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കും. ഫേസ് 3 പോസ്റ്റ് ഓഡിറ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, അതുകൂടാതെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അസിസ്റ്റ് ആൻഡ് ഇംപ്ലിമെന്റ് എൻകോൺ റെക്കമെൻഡേഷൻ മെഷേഴ്സ് ആൻഡ് മോണിറ്റർ പെർഫോമൻസ്. ആക്ഷൻ പ്ലാൻ, ഷെഡ്യൂൾ ഫോർ ഇംപ്ലിമെന്റേഷൻ. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്യണം. ഫോളോ അപ്പ് ആൻഡ് പീരിയോഡിക് റിവ്യൂ. ഇത്രയാണ് 10 steps for detailed energy audit.